നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ യുദ്ധക്കളത്തിൽ പിണറായി ഒറ്റയ്ക്കായി. ഒരു ദിവസം കൊണ്ടാണ് ഒറ്റയ്ക്കായത്. പാർട്ടിക്കാരില്ല, നേതാക്കളില്ല, വീട്ടുകാർ പോലും അടുത്തില്ല. ഏകാന്തനായി മുഖ്യമന്ത്രി കാത്തിരിക്കുകയാണ് മെയ് 4 എന്ന ദിവസത്തിനായി. വിധി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. ഒരു കീറുകടലാസ് സംസ്ഥാന ഇന്റലിജൻസ് മേധാവി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. വോട്ടെടുപ്പിന് പിറ്റേന്ന് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ കാര്യമാണ് കുറിപ്പിലുണ്ടായിരുന്നത്. ഇത്തവണ പിണറായി തോറ്റമ്പാനാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്. തലസ്ഥാനത്തെ ഒരു CPM പ്രവർത്തകന്റെ വാക്കുകളാണിത്. യഥാർത്ഥ മാർക്സിസ്റ്റാണ് ഇയാൾ. വിശക്കുന്നവന് അന്നം കൊടുക്കുന്നതും കരയുന്നവന്റെ കണ്ണീർ തുടയ്ക്കുന്നതുമാണ് പാർട്ടി ധർമ്മമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. പാർട്ടി പണക്കാരുടെ കയ്യിലാകുന്നതിന് മുമ്പ് പാർട്ടിയെ സ്നേഹിച്ചിരുന്നവരാണ് അവർ ഇക്കുറി വോട്ട് ചെയ്തത് UDF-നാണ്. ശരിക്കും പിണറായിക്കെതിരെയുള്ളതായിരുന്നു ഈ വോട്ടെടുപ്പ്. പിണറായിയുടെ ശത്രുക്കൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ സർക്കാർ തോൽക്കാൻ ആഗ്രഹിച്ചത്. പിണറായി വിജയനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ വരെ അദ്ദേഹത്തിന്റെ തോൽവി ആഗ്രഹിച്ചു. അതാണ് പോളിംഗ് ബൂത്തുകളിൽ കണ്ട ആൾക്കൂട്ടം. UDF ശക്തി കേന്ദ്രങ്ങളിലെ 50ഓളം മണ്ഡലങ്ങളിൽ 80% പോളിംഗ് നടന്നു എന്ന് ഇന്നലെ രാത്രി വൈകിട്ട് കേട്ടപ്പോൾ ആഹ്ലാദിക്കാത്ത മതനിരപേക്ഷകർ ഉണ്ടാകാനിടയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായിയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ G ശക്തിധരന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് തുടങ്ങുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ കേരളത്തിൽ നടന്ന വോട്ടെടുപ്പ് ഒരു സുനാമിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാം. വേരും തടിയും തമ്മിൽ ബന്ധമറ്റ മരം നിലനിൽക്കില്ല എന്നറിയാൻ വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട. പക്ഷേ സത്യം പറയട്ടെ, എനിക്കിന്നലെ ഒരു കാളരാത്രിയായിരുന്നു. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി സഖാവ് TK ഗോവിന്ദനെയും ഭാര്യ രമണിയെയും രാത്രി പോളിംഗ് ബൂത്തിന് പുറത്ത് വളഞ്ഞു വെച്ച് പാർട്ടിയുടെ കാളികൂളി സംഘം തിമിർത്താടുമ്പോൾ സത്യത്തിൽ പാതാളത്തിലെ കാഴ്ചയാണോ കാണുന്നതെന്ന് തോന്നിപ്പോയി. ഇത് തന്നെയാണ് അമ്പലപ്പുഴയിൽ G സുധാകരനോടും കാണിച്ചത്. പാർട്ടി പുതിയ തലമുറയുടെ കയ്യിലെത്തിയപ്പോൾ അതിന്റെ അടിത്തട്ട് മുതലുള്ള സംഘാടകനായിരുന്ന G സുധാകരനെയും ഈ മാഫിയ സംഘം നിഷ്ഠൂരമായാണ് കൈകാര്യം ചെയ്തത്. സർവരാലും ആദരിക്കപ്പെടുന്ന G സുധാകരനെ കരുണയില്ലാതെ അപമാനിക്കാൻ അണികൾക്ക് നിർദ്ദേശം കൊടുക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ എങ്ങനെ ധൈര്യം വന്നു? മനുഷ്യത്വമില്ലാത്ത മൃഗമെന്ന് ആ കീടത്തെ ഞാൻ വിളിക്കൂ. പാർട്ടിക്ക് സംഭവിച്ച ആ അപജയവും നയവ്യതിയാനങ്ങളും മുൻനിർത്തി സ്വന്തം നിലപാടുകൾക്കനുസരിച്ച് ജീവിക്കാൻ ധൈര്യം കാട്ടി എന്നതാണ് ഈ വയോവൃദ്ധർ ചെയ്ത തെറ്റ്. ഒരായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച സഖാവ് TK ഗോവിന്ദനോട് അല്പം കൂടി ദയ കാട്ടണമെന്ന് പറയാൻ ഇന്നലെ രാത്രി അവിടെ തടിച്ചുകൂടിയവരിൽ മനുഷ്യപ്പറ്റുള്ള ആരുമുണ്ടായില്ല. എത്ര പതിറ്റാണ്ടുകൾ പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമായിരുന്ന TK ഗോവിന്ദൻ പാർട്ടിയെ വെല്ലുവിളിച്ചാൽ ഇതായിരിക്കും അനുഭവമെന്ന് ഈ തെമ്മാടിക്കൂട്ടം ജനങ്ങളെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഭീകര ജന്തുക്കൾ. പക്ഷേ പാർട്ടിയെ തപ്പിയാൽ എവിടെ കിട്ടും? അതുകൊണ്ടല്ലേ ഇന്ത്യയിലെ വിസ്തൃതമായ പശ്ചിമ ബംഗാളിൽ നിയമസഭയിൽ ഒരു തുണ്ട് ചെങ്കുടി പോലും ഇല്ലാത്തത്. തെരുവ് ഗുണ്ടകളിൽ നിന്ന് ഇതിനേക്കാൾ മര്യാദ പ്രതീക്ഷിക്കാം. ഇതൊക്കെ അനുഭവിച്ചു തീരാതെ ഈ നരാധമന് ഈ ലോകം വിട്ടുപോകാൻ പറ്റുമോ? ഒരു സംശയം ചോദിച്ചോട്ടെ. മെയ് 4 ഫലം വരുമ്പോൾ CPM-ന്റെ അന്തകരായി ആരോപിച്ച് കാരണഭൂതന്റെയും ഭാര്യയുടെയും നേരെ കുറ്റം ചാർത്തി ഒരു കൊട്ട ചാണകവും വലിച്ചെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താ ഈ കാളികൂളി സംഘത്തിന് ഏറെ വശമുള്ളൂ? എത്ര കാലം വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കും? അതോ ഈ നംഷ്യസിന് കൊമ്പുണ്ടോ? ഏകശാസനാധികാരിയാണോ? TK ഗോവിന്ദനെയും ഭാര്യ രമണിയെയും ഭേദ്യം ചെയ്തപ്പോൾ ഇന്നലെ ആ രാത്രിയും ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അത് കണ്ടാണ് സ്വപ്നങ്ങൾ നെയ്തെടുത്തത്. പക്ഷെ ഭൂമിയിൽ ഒരു മാലാഖയെയും കണ്ടില്ല. ചെകുത്താന്മാർ മാത്രം ഓരിയിട്ട് നടക്കുന്നു. ഭയം തളം കെട്ടി നിൽക്കുന്നു. ലെനിനോ സ്റ്റാലിനോ ഭൂഗോളത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് ഈ ഹിംസ്ര ജന്തുക്കളുടെ പേക്കൂത്ത് കാണുന്നുണ്ടാകുമോ? തീർച്ചയായും തങ്ങൾക്ക് പറ്റിയ തെറ്റിൽ ഒരു നിമിഷമെങ്കിലും അവർ പശ്ചാത്തപിക്കാതിരിക്കില്ല. അവർ അധമരല്ല, ഭൂമിയിൽ സ്വർഗം പണിതവരാണ്. ഭൂമിയിൽ ഒരു പുതിയ ലോകം പണിതവരാണ്. പുതുയുഗത്തിന്റെ സൂര്യോദയം മനുഷ്യരാശിക്ക് കാണിച്ചു തന്നവരാണ് അവർ എന്നാണ് ടാഗോറും ഐൻസ്റ്റീനും മറ്റും വിശേഷിപ്പിച്ചത്. ആദ്യ വനിത വാലന്റീന തെരഷ്കോവയെ ബഹിരാകാശത്തെത്തിച്ച രാജ്യമെന്ന ഖ്യാതി ഒരു സോവിയറ്റ് യൂണിയനെ അവകാശപ്പെടാനുള്ളൂ. വേഷപ്രച്ഛന്നരായി എത്തിയ പിൻഗാമികൾ അതിന്റെ അന്തസ്സ് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇന്നലെ സംഭവിച്ചത് ഒരു സുനാമിയാണ്. ജനങ്ങളുടെ രോഷം ആർക്കെതിരെയാണ് പൊട്ടി ഒഴുകുന്നതെന്ന് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രി അവകാശപ്പെട്ടത് പ്രതിപക്ഷത്തിനെതിരായ ജനവിധിയാണ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നതെന്നാണ്. എന്തിന് പ്രതിപക്ഷത്തെ ഏതെങ്കിലും പാർട്ടിക്കെതിരെ ജനങ്ങൾ ശബ്ദമുയർത്തണം? പ്രതിപക്ഷങ്ങൾ ഭരണപക്ഷത്തിനെതിരെ എന്തെങ്കിലും അപരാധം കാണിച്ചു? ജനങ്ങൾ ഒറ്റക്കെട്ടായി ദുഷ്ടശക്തികൾക്കെതിരെ കൈകോർക്കുന്നതാണ് ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ കാണുന്നത്. കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം സുന്ദരമെന്ന് നിരൂപിക്കും വിരൂപന്മാർ എന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയത് എത്ര സത്യം. അതേസമയം ഭരണപക്ഷത്ത് ഇത്തിൽ കണ്ണികളായി പറ്റിപ്പിടിച്ചു കിടന്ന് ഊറ്റി കുടിച്ചവർക്ക് അവരുടെ സുവർണ അവസരം കൈവിട്ടു പോവുകയാണ്. ഇതാണ് മുൻ കമ്മ്യൂണിസ്റ്റിന്റെ കുറിപ്പ്.
ഇത്തരത്തിൽ കുറിപ്പെഴുതാൻ കഴിയാത്ത എത്രയധികം കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത്. അവരുടെ ശാപമാണ് പിണറായി അനുഭവിക്കാൻ പോകുന്നത്. എല്ലാം തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടിയെന്ന് വിശ്വസിച്ച നേതാവിൻ്റെ സമ്പൂർണ്ണ പതനമായിരിക്കും മെയ് 4-ന് സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് ഇന്റലിജൻസ് മേധാവി കൈമാറിയ ആ കുറിപ്പിലെ രഹസ്യം. കേരളത്തിൽ UDF തരംഗം എന്നാണ് ആ കുറിപ്പിലുണ്ടായിരുന്നത്. 100-ൽ പരം സീറ്റുകൾ UDF നേടിയാൽ അത്ഭുതമില്ല. കുറിപ്പ് വായിച്ച ശേഷം അത് ഇന്റലിജൻസ് മേധാവിക്ക് തന്നെ മുക്കിക്കൊടുത്തെന്നാണ് വിവരം. 2021-ൽ സ്വപ്നതുല്യമായ സമ്മതി പത്രമാണ് കേരളം പിണറായി വിജയൻ നേതൃത്വം നൽകിയ ഇടതുമുന്നണിക്ക് നൽകിയത്. പക്ഷേ ആ ജനവികാരത്തിന്റെ സത്ത ഉൾക്കൊള്ളാൻ പിണറായിക്കും CPM-നുമായില്ല. KK ശൈലജ, തോമസ് ഐസക്, G സുധാകരൻ എന്നിവരെയൊക്കെ മാറ്റി നിർത്തിയപ്പോൾ പ്രാമുഖ്യം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് ശ്രദ്ധേയമായിരുന്നു. അധികാരം അത്രയും പിണറായി വിജയൻ എന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാർട്ടിക്ക് മുകളിലായി. UAPA ആയാലും മറ്റേത് വിവാദമായാലും മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുകയെന്ന ഏക ദൗത്യത്തിലേക്ക് പാർട്ടി ചുരുക്കപ്പെട്ടു. അധികാരമാണ് മൂർത്തിയെന്ന് വരുമ്പോൾ കാരണഭൂതനും ചെങ്കരനും ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും അതീതമായി. PM ശ്രീയിലെ പാലത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തുറന്നു കാട്ടിയപ്പോൾ അന്തർധാരകളുടെയും കൊടുക്കൽ വാങ്ങലുകളുടെയും മുഖംമൂടികൾ ഒരിക്കൽ കൂടി അഴിഞ്ഞു വീണു. പാളിയ ഈ സിസ്റ്റത്തിനെ ഉടച്ചു തകർത്ത് നവീകരിക്കുന്നതിന് പകരം ഉത്സവ കാഴ്ചകൾ സംഘടിപ്പിക്കാനായിരുന്നു സർക്കാരിന്റെ ഉത്സാഹം. ഒരു ദിവസത്തെ കൂലി 232 രൂപയിൽ നിന്നും 700 രൂപയാക്കാൻ സമരം ചെയ്ത ആശാ തൊഴിലാളികൾക്ക് മുന്നിലായിരുന്നു ഈ മെഗാമേളകൾ എന്നതിലെ അശ്ലീലം ഭരണകൂടത്തെയും പാർട്ടിയെയും അലട്ടിയില്ല. മോഹൻലാലിനെ ഫാൽക്കെ പുരസ്കാരം കിട്ടിയത് മുതൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വരെ മേളകളായി. ഒരു വശത്ത് അയ്യപ്പ സംഗമം നടത്തിയും മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞും ഹിന്ദുത്വയെ മൃദുവൽക്കരിക്കാനുള്ള നീക്കവും വിജയിച്ചില്ല. ഇപ്പോൾ വർഗീയ പ്രീണനത്തിനും മാറ്റം സംഭവിച്ചു. പിണറായി വിജയൻ എന്ന നേതൃബിംബമാണ് ജനുവരിയിലെ ആ ശനിയാഴ്ച കേരളത്തിന് മുന്നിൽ ഉടഞ്ഞു പോയതെന്ന് അംഗീകരിക്കാനുള്ള ആർജവം CPM-നുണ്ടായില്ല. തദ്ദേശത്തിൽ തോറ്റെങ്കിലും ആത്മവിശ്വാസം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഒരു പരാജയത്തിൽ ഇല്ലാതാവുന്ന പ്രസ്ഥാനമല്ല CPM. തിരിച്ചടികൾ താണ്ടി വളർന്ന പാർട്ടിയാണത്. ആഴത്തിലുള്ള ആത്മപരിശോധനയാണ് ഈ പരാജയം CPM-നോടും ആവശ്യപ്പെടുന്നത്. ഇവിടെയാണ് പാർട്ടിക്ക് ഒരു രണ്ടാം നിര നേതൃത്വവും ആഭ്യന്തര വിമർശനവും ഇല്ലാതായെന്ന ചോദ്യം ഉയരണം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലും കേരള മുഖ്യമന്ത്രിക്ക് വിധേയനാവുന്നതിലെ പരിഹാസ്യത തിരിച്ചറിയണം. കേരളത്തിന്റെ മനസ്സും ഭാവനയും പിടിച്ചെടുക്കാൻ കഴിയുന്ന പുതിയൊരു നേതൃനിരയ്ക്ക് രൂപം നൽകാനായാൽ മാത്രമേ ഈ കടുത്ത പ്രതിസന്ധിയിൽ നിന്നും CPM-ന് തിരിച്ചു വരാനാവുകയുള്ളൂ. അവശേഷിക്കുന്ന ഏക തുരുത്തിലും അപ്രസക്തമാവാതിരിക്കാൻ സാധാരണമായ ജാഗ്രത പുലർത്തേണ്ട നിമിഷങ്ങളുമായാണ് CPM ഇപ്പോൾ മുഖാമുഖം നിൽക്കുന്നത്. തനിക്കും തന്റെ പാർട്ടിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കറിയാം. ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് കൂട്ടിയും ഗുണിച്ചും നോക്കിയിട്ടും ഇടതുമുന്നണി ജയിക്കുമെന്ന് ഉറപ്പില്ല. മുഖ്യമന്ത്രി പ്രത്യേക സംഘത്തെ നിയോഗിച്ചാണ് സർവേ നടത്തിയത്. നിരവധി ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങി. ഇതിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ നിരവധി ഉണ്ടായിരുന്നു. കൃത്യമായ സർവേ ഫലം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തത്. സർക്കാർ ഏതായാലും രഹസ്യാന്വേഷണ വിഭാഗം ഇത്തരത്തിൽ അന്വേഷണങ്ങൾ നടത്താറുണ്ട്. ചിലപ്പോൾ ഇത് പാളാറുണ്ട്. ഭരണകക്ഷിക്ക് അനുകൂലമായി റിപ്പോർട്ട് എഴുതേണ്ടി വരുമ്പോഴാണ് ഇത് പാളുന്നത്. എന്നാൽ പിണറായി ഒരു PR റിപ്പോർട്ടല്ല ആവശ്യപ്പെട്ടത്. കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പോലീസ് അക്ഷരം പ്രതി പാലിച്ചു. അതാണ് UDF-ന് മുൻതൂക്കമല്ല സുനാമി പ്രവചിച്ചത്. ഇത് ആദ്യത്തെ IB റിപ്പോർട്ടായിരുന്നു. ഇത്തരമൊരു റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി സമാധാനത്തോടെ ഇരിക്കുക? താൻ നടത്തിയ പരിഷ്കാരങ്ങളെല്ലാം വെള്ളത്തിൽ പോകുമെന്ന് മനസ്സിലാക്കിയ ഭരണാധികാരിയുടെ സ്വാഭാവിക പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തോറ്റ MA ബേബിയോട് വരെ പിണറായിക്ക് മറുപടി പറയേണ്ടി വരും. മാധ്യമങ്ങൾ തൻ്റെ വലിയ ശത്രുക്കളാണെന്ന് മുഖ്യമന്ത്രി കരുതുന്നു. പത്രസമ്മേളനത്തിൽ താൻ ഭയക്കുന്ന ചോദ്യങ്ങൾ വരുമെന്ന് മുഖ്യമന്ത്രി കരുതുന്നു. അതിനാലാണ് പാർട്ടി മാധ്യമങ്ങളെ കൊണ്ടുവന്ന പത്രസമ്മേളനങ്ങൾക്ക് സംരക്ഷണ കവചം തീർക്കുന്നത്. തന്നെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന മുഖ്യമന്ത്രിയുടെ കടുത്ത നിലപാടിനേറ്റ പ്രഹരമായി മാറി കൊല്ലത്തെ വാർത്താ സമ്മേളനം. രണ്ടാമത്തെ സർവേ ഇലക്ഷന് പിന്നാലെയാണ് നടന്നത്. അതിലാണ് ഇടതുമുന്നണി തോറ്റമ്പമെന്ന് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ഇന്റലിജൻസും സമാനമായ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 4 BJP MLA-മാർ വരുന്ന കേരള നിയമസഭയിൽ ഉണ്ടാകുമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, K സുരേന്ദ്രൻ എന്നിവർ MLA-മാരാകുമെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിഗമനം. ഇടതു വലത് മുന്നണികൾ സ്ഥാനാർത്ഥികളെ ഗോതയിലിറങ്ങാൻ വൈകിയപ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചെടുത്തു. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനും സമാനമായ സാഹചര്യമാണുള്ളത്. K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തകർത്തു. V മുരളീധരൻ കഴക്കൂട്ടത്ത് ജയിക്കുമെന്ന് കടകംപള്ളിക്ക് പോലും അറിയാം. PK കൃഷ്ണദാസിനെ കാട്ടാക്കടയും BJP
പിക്ക് പ്രതീക്ഷ നൽകുന്ന സ്ഥലമാണ്. 2016 89 വോട്ടിനാണ് മഞ്ചേശ്വരം BJPക്ക് നഷ്ടമായത്. 2021 745 വോട്ടിനും നഷ്ടമായി. 2011 മുതൽ 3 തവണ K സുരേന്ദ്രൻ മത്സരിച്ച് തോറ്റ മണ്ഡലമാണ് മഞ്ചേശ്വരം. നേരിയ വോട്ടുകൾക്കായിരുന്നു തോൽവി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായതും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സാധിക്കുമെന്ന വിലയിരുത്തലാണ് BJP. അങ്ങനെ സംഭവിച്ചാൽ മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് ജയിക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തുന്നത്. കാസർഗോഡ് ലോക്സഭയിൽ BJPയുടെ വോട്ട് വിഹിതം 2014 K സുരേന്ദ്രൻ ജയിച്ചപ്പോൾ 17.74%. 2019 രവീഷ തന്ത്രി കുണ്ടാർ മത്സരിച്ചപ്പോൾ 16.13% കുറഞ്ഞു. 2024 അശ്വിനി മത്സരിച്ചപ്പോൾ 19.73% ഉയർന്നു. എന്നാൽ നേട്ടങ്ങളിൽ ഭൂരിഭാഗവും BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ കാസർഗോഡ്, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ നിന്നല്ല, മറിച്ച് ഇടത് ശക്തി കേന്ദ്രങ്ങളായ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നാണ്. അതേസമയം 2019 അപേക്ഷിച്ച് 2024 മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJPക്ക് 75 വോട്ടുകളുടെ കുറവാണ് ഉണ്ടായത്. കപ്പിനും ചുണ്ടിനും ഇടയിലാണ് സുരേന്ദ്രൻ ഇവിടെ തോറ്റത്. കേരളത്തിൽ ആദ്യത്തെ BJP പ്രതിനിധിയെ നിയമസഭയിൽ എത്തിച്ച നിയോജക മണ്ഡലമാണ് നേമം. കേരളത്തിലെ മുഴുവൻ BJP പ്രവർത്തകരെയും ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചാണ് 2016 CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ BJP MLA കേരള നിയമസഭയിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി കാലെടുത്തു കുത്തിയത്. ഇത് ഇത്തവണയും ആവർത്തിക്കാം. ഏതായാലും നിലവിട്ട പിണറായി ആകെ അങ്കലാപ്പിലാണ്. അതിനാൽ വരും ദിവസങ്ങളിൽ അദ്ദേഹം എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ല.